രാഹുലുമായി വാഹനം ഉടൻ പുറപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ്. രാഹുലിനെ വാഹനത്തിൽ കയറ്റിയിട്ടുണ്ട് അല്ലേ ജയശങ്കർ? അതെ, അത് അങ്ങനെ തന്നെയാണ് വിനീത. രാഹുലിനെ ഇതിനോടൊപ്പം തന്നെ പോലീസ് സംഘം വാഹനത്തിൽ കയറ്റി ഇരുത്തിയിട്ടുണ്ട്. രാഹുൽ പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ തന്നെ ചിരിച്ചുകൊണ്ടാണ് പെരുമാറുന്നത്. കഴിഞ്ഞ ദിവസത്തെ അതേ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഇന്നും തുടരുന്നതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും രാഹുലുമായി ഇതാ ഉടൻ തന്നെ അന്വേഷണ സംഘം തിരുവല്ലയിലേക്ക് തിരിക്കും. തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിലാണ് ഇന്ന് പോലീസിന്റെ ഒരു പരിശോധനയുള്ളത്. ഇവിടെ വെച്ചാണ് ഈ അതിജീവിതയെ ക്രൂരമായ ബലാത്സംഗത്തിന് രാഹുൽ ഇരയാക്കിയെന്നാണ് അവരുടെ മൊഴി. അതുകൊണ്ട് തന്നെ ആ സ്പോട്ടിൽ വെച്ച് പരിശോധന ഉണ്ടാകും. 3 ദിവസമാണ് പോലീസ് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. ഇന്ന് 2ാം ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പരമാവധി തെളിവെടുപ്പിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു തീരുമാനം. ഈ അടൂരിൽ ചിലയിടങ്ങളിലും വ്യാപകമായി തെളിവെടുപ്പ് നടത്താൻ അന്വേഷണ സംഘത്തിന് ഒരു ആലോചനയുണ്ട്. തിരുവല്ലയിലെ തെളിവെടുപ്പ് പൂർത്തിയായതിനു ശേഷമായിരിക്കും അടൂരേക്ക് പോവുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ രാഹുലുമായി അന്വേഷണ സംഘം പത്തനംതിട്ട എയർ ക്യാമ്പിൽ നിന്ന് തിരുവല്ലയിലേക്ക് തിരിക്കും. നിമിഷങ്ങൾ മാത്രമാണ് ഈ യാത്രയ്ക്ക് ഇനി വേണ്ടിയുള്ളത്. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി. 3 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ വൻ സുരക്ഷയിലാണ്, വലിയ പോലീസ് പടയുമായാണ് രാഹുലുമായി തെളിവെടുപ്പിന് പോകുന്നത്. ഈ പുലർച്ചെ സമയമായതിനാൽ തന്നെ ഈ യുവജന സംഘടനകളുടെയും മറ്റും പ്രതിഷേധം ഉണ്ടാകില്ല എന്നാണ് പോലീസ് വിലയിരുത്തൽ. അത് കണക്കാക്കി തന്നെയാണ് ഇത്തരം ഒരു സമയത്തിൽ പുലർച്ചെ സമയത്ത് അപൂർവമായി മാത്രമാണ് പോലീസ് ഇത്തരത്തിലൊക്കെ ഒരു തെളിവെടുപ്പ് നടത്തുന്നത്. എന്തായാലും വലിയ തോതിൽ കേരളം ഉറ്റുനോക്കുന്ന ഒരു വിഷയമാണ്. കേരളത്തിന്റെ പാലക്കാട് MLA ആണ്. ആ MLA 3ാമത്തെ ലൈംഗിക പീഡന കേസിൽ എന്തായാലും ചോദ്യം ചെയ്യാനായി കൊണ്ടുവന്നു. ഈ അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ അടങ്ങുന്ന വാഹനം ഇപ്പോൾ പുറത്തു പോയിട്ടുണ്ട്. ഷൊർണൂർ DSPയുടെ വാഹനമാണ് പുറത്തേക്ക് പോയിട്ടുള്ളത്. രാഹുലുമായിട്ടുള്ള വാഹനം ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിലായിരിക്കും തെളിവെടുപ്പ് നടത്തുക. ഇവിടെ വെച്ചാണ് അതിജീവിതയെ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിധേയാക്കിയെന്നാണ് അവരുടെ മൊഴി. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തണം. കഴിഞ്ഞ ദിവസം കോടതിയിൽ ഉൾപ്പെടെ രാഹുലിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് തെളിവെടുപ്പ് പൂർത്തിയാക്കണമെന്നത് ചൂണ്ടിക്കാണിച്ചാണ്. അതുകൊണ്ട് തന്നെ 2ാം ദിവസമാണിന്ന്. അന്വേഷണ സംഘം സംബന്ധിച്ച് ഇന്ന് ഏറെ പ്രധാനമാണ്. ഇന്നലെ രാത്രിയൊക്കെ ഏറെ വൈകി രാഹുലിനെ ചോദ്യം ചെയ്യാനൊക്കെ ഉള്ള ഒരു ശ്രമം അന്വേഷണ സംഘം നടത്തിയിരുന്നു. പക്ഷേ അന്വേഷണത്തോടൊക്കെ നിസ്സഹരണം രാഹുൽ തുടരുന്നൊരു സാഹചര്യമെന്നാണ് നമുക്ക് പ്രാഥമികമായി എന്തായാലും ലഭ്യമാവുന്ന വിവരം. അല്പസമയത്തിനും തന്നെ രാഹുൽ മാങ്കൂട്ടത്തുമായി അന്വേഷണ സംഘം പത്തനംതിട്ട എയർ ക്യാമ്പിൽ നിന്ന് തിരുവല്ലയിലേക്ക് തിരിക്കും. വൻ പോലീസ് സന്നാഹമുണ്ട്. ഈ പ്രതിഷേധം ഉണ്ടാകില്ലെന്നാണ് പോലീസിന്റെ ഒരു വിലയിരുത്തൽ. കാരണം പുലർച്ചെ സമയമാണ്, ആളുകൾ ഉറങ്ങുന്ന സമയമാണ്. ഇന്ന് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് വലിയ ലോ ആൻഡ് ഓർഡർ ക്രൈസിസ് ഒക്കെ ഉള്ളൊരു ദിവസമാണ്. കൂടുതൽ ഉദ്യോഗസ്ഥരെ അങ്ങോട്ടേക്ക് നിയോഗിച്ചിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എന്തായാലും ഈ പുലർച്ചെ ഒരു പരിശോധന നടത്തുന്നത്. വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞാൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പമ്പയിൽ പോകേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. ഒപ്പം തന്നെ പ്രതിഷേധം പകൽ സമയത്താണ് കൂടുതൽ പ്രതിഷേധ സാധ്യത. ഈ പുലർച്ചെ സമയമായതിനാൽ തന്നെ അങ്ങനെ ആളുകൾ പ്രതിഷേധവുമായി എത്തില്ല എന്നാണ് പോലീസിൻ്റെ ഒരു വിലയിരുത്തൽ, കണക്കുകൂട്ടൽ. പക്ഷേ അപ്പോൾ പോലും ഒരു മിനിമം സ്ട്രെങ്ത് സുരക്ഷയ്ക്ക് വേണ്ടി ഇതിനോടകം തന്നെ നിയോഗിച്ചുകൊണ്ടാണ് തിരുവല്ലയിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടവുമായി ഈ അന്വേഷണ സംഘം തിരുവല്ലയിലേക്ക് തിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. രാഹുലിനെ ഇതിനോടകം തന്നെ വാഹനത്തിൽ കയറ്റിയിട്ടുണ്ട്. പോലീസ് ബസ്സിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കഴിഞ്ഞ ദിവസത്തെ പോലെ നിലവിൽ കയറ്റിയിരിക്കുന്നത്. അല്പസമയത്തിന് തന്നെ പോലീസ് വാഹനം പത്തനംതിട്ട എയർ ക്യാമ്പിൽ നിന്ന് തിരിക്കും. അതീവ രഹസ്യമായി ഉടൻ തന്നെ പുറപ്പെടും രാഹുലുമായുള്ള വാഹനം എന്ന് മനസ്സിലാക്കുന്നു. തിരുവല്ല ക്ലബ് 7 ഹോട്ടലിലേക്കായിരിക്കും ആദ്യഘട്ടത്തിൽ തെളിവെടുപ്പിനെ കൊണ്ടുപോകുക എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലേ മനീഷ് മഹിബാലുണ്ട് തിരുവല്ല ക്ലബ് 7 ഹോട്ടലിൽ നിന്നും. മനീഷ്, വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്നലെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്നിപ്പോൾ പുലർച്ചെ തന്നെ തെളിവെടുപ്പിന് എത്തിക്കുമ്പോൾ അത്തരം പ്രതിഷേധങ്ങൾ ഒഴിവാക്കുക എന്നതുകൂടിയാണ് SIT ലക്ഷ്യമിടുന്നത് അല്ലേ? തീർച്ചയായും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കണക്കാക്കിയാണ് നിലവിൽ തിരുവല്ലയിലെ ഈ ക്ലബ് 7 ഹോട്ടലിലേക്ക് അതിരാവിലെ തന്നെ തെളിവെടുപ്പിന് കൊണ്ടുവരാൻ SIT തീരുമാനമെടുക്കുന്നത്. ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഈ ഹോട്ടൽ തിരുവല്ല നഗരമധ്യത്തിൽ തന്നെയുള്ള ഹോട്ടലാണ് ക്ലബ് 7. ഇവിടെ ഈ കൃത്യം നടക്കുന്നത് അത് 2024 ഏപ്രിൽ മാസം 8-ാം തീയതിയാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടിയുമായി ഇവിടെ എത്തിയതെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട FIR പറയുന്നത്. അന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയുമായി സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ശേഷം വിവാഹ വാഗ്ദാനം നൽകി. പിന്നീട് സംസാരിക്കാൻ ഒരു സ്വകാര്യ സ്പേസ് വേണം എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയെ ധരിപ്പിച്ച ശേഷം പെൺകുട്ടിയുടെ പേരിലാണ് ഈ ക്ലബ് 7 ഹോട്ടലിൽ ഒരു മുറി വാടകയ്ക്ക് എടുക്കുന്നത്. ഈ മുറി ബുക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് ഈ ഹോട്ടൽ കാണുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു മാളാണിത്, ക്ലബ് 7 മാളാണ്. ഇതിനകത്ത് തന്നെ ഒട്ടേറെ മറ്റ് കടകൾ, KFC അടക്കമുള്ള മറ്റ് കടകളുണ്ട്.
അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയാൽ മറ്റ് സംശയങ്ങളാർക്കും തോന്നുകയില്ല. ഒരു പ്രൈവറ്റ് സ്പേസ് വേണം എന്ന് ഈ പെൺകുട്ടിയുടെ പറഞ്ഞ ശേഷം അവിടെ എത്തി പെൺകുട്ടിയുടെ പേരിൽ മുറിയെടുത്തു. അങ്ങനെ മുറിയെടുത്ത ശേഷം 15 മിനിറ്റ് ശേഷം ഇയാൾ ഈ ഹോട്ടലിലേക്ക് വരുന്നു. അങ്ങനെ അന്ന് വന്നത് കറുത്ത ഷർട്ടും വെള്ള മുണ്ടും ധരിച്ചായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ വന്നത്. അതിനുശേഷം ഈ പെൺകുട്ടിയെ ക്രൂരമായി മുറിയിലെത്തിച്ച് പീഡിപ്പിച്ചു, ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് പെൺകുട്ടിയുടെ പരാതി. കഴിഞ്ഞ 8-ാം തീയതിയാണ് സൂം വഴിയാണ് ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. അന്ന് പോലീസിനോട് SITയോട് പെൺകുട്ടി പറഞ്ഞത് താൻ നേരിട്ടത് വലിയ കൊടിയ പീഡനമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നായിരുന്നെങ്കിൽ ഈ ഹോട്ടലിൽ വന്ന രേഖകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന രേഖ തീർച്ചയായും ഉണ്ടാകണം. ഇനി പെൺകുട്ടിയുടെ പേരിലാണെങ്കിൽ ഈ മുറിയിൽ അന്ന് വന്നത് ആരൊക്കെയാണ് അടക്കമുള്ള രേഖകൾ ഈ ഹോട്ടലിൽ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിക്കും. അത് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ തെളിവായി മാറും. അത്തരത്തിലുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ അന്വേഷണ സംഘം ഇവിടെ നിന്നും ചോദിച്ചു വാങ്ങിച്ചു കാണും. അത്തരം തെളിവ് ശേഖരണം നേരത്തെ നടത്തി കാണും. പക്ഷേ ഇവിടെ നേരിട്ടെത്തി രാഹുൽ മാങ്കൂട്ടത്തിലെ കൊണ്ടുവന്ന തെളിവെടുപ്പ് നടത്തുമ്പോൾ അതിന്റെ ഏത് മുറിയിലാണ് അടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കണ്ടെത്താനുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് അറിയാനുണ്ട്. ശരി, രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഇപ്പോൾ വാഹനം പുറത്തിറക്കിയിരിക്കുകയാണ് മനീഷ് മഹിവാൽ. ജയശങ്കർ തുടരുന്നുണ്ട്. ജയശങ്കർ, ബലാത്സംഗ കേസിൽ നിർണായകമായ തെളിവെടുപ്പാണ് നടക്കാൻ പോകുന്നത്. തിരുവല്ല ക്ലബ് 7 ഹോട്ടലിലേക്ക് ഇപ്പോൾ രാഹുലുമായി എത്തുമെന്ന് മനസ്സിലാക്കുന്നു. രാഹുലുമായി തിരുവല്ലയിലേക്ക് വാഹനം തിരിച്ചിരിക്കുകയാണ്. ഏറ്റവും നിർണായകം ഇതിൽ മൊബൈൽ ഫോണിലെ നഗ്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പകർത്തിയിട്ടുണ്ടെന്നുള്ള യുവതിയുടെ മൊഴിയാണ്. ഈ അന്വേഷണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിക്കുന്നില്ല, ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല എന്ന് തന്നെയാണ് SIT അറിയിച്ചിരുന്നത്. ഏതായാലും ഏറെ നിർണായകമായ തെളിവെടുപ്പാണ് നടക്കാൻ പോകുന്നത്. തിരുവല്ല ക്ലബ് 7 ഹോട്ടലിലാണ് യുവതി മുറിയെടുത്തത്. ഇവിടെ വെച്ച് തന്നെ പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ മൊഴിയിൽ കൃത്യമായി തന്നെ പറയുന്നത്. അതുകൊണ്ട് നിർണായകമായ തെളിവെടുപ്പ് മാത്രമല്ല, ഇരുവരും അവിടെ എത്തിയതിൻ്റെ ദൃശ്യങ്ങളും SIT ശേഖരിച്ചിരുന്നു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചിരുന്നതാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി വാഹനം പുറപ്പെട്ടിരിക്കുകയാണ് തിരുവല്ല ക്ലബ് 7 ഹോട്ടലിലേക്ക്. ഏറ്റവും നിർണായകമെന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുക. 3 ദിവസത്തെ കസ്റ്റഡിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് SITക്ക് നൽകിയിരിക്കുന്നത്. ഇന്നിപ്പോൾ 2-ാം ദിവസമാണ്. ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ തന്നെ തെളിവുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നിർണായക നീക്കത്തിലാണ് SIT. ജയശങ്കർ, എത്ര സമയമെടുക്കും ഈ ഹോട്ടലിലേക്ക്? അടുത്തു തന്നെയാണോ ഇത്? അതായത് വിനീത, പത്തനംതിട്ട നഗരത്തിൽ നിന്നും 27 കിലോമീറ്റർ യാത്ര ചെയ്താൽ ക്ലബ് 7 ഹോട്ടലിലെത്താം. ഏകദേശം പരമാവധി സമയം പോലീസ് വാഹനം അതിവേഗത്തിലാണ് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആ മുമ്പിലുള്ള പോലീസ് ജീപ്പിലാണ് അല്ലെങ്കിൽ പോലീസ് ബസ്സിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇരുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് കൊണ്ടുവരുമ്പോഴും അതേ വാഹനത്തിലായിരുന്നു രാഹുലിനെ പ്രവേശിപ്പിച്ചിരുന്നത്. സുരക്ഷയൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ബസ്സിലേക്ക് രാഹുലിനെ മാറ്റാൻ തീരുമാനിച്ചത്. പത്തനംതിട്ട നഗരത്തിൽ നിന്നും പരമാവധി 45 മിനിറ്റ് കൊണ്ട് തിരുവല്ലയിലെ ക്ലബ് 7 എത്താനാകുമെന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. കാരണം പോലീസ് വാഹനം വേഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 27 കിലോമീറ്ററാണ് ക്ലബ് 7 ഹോട്ടലിലേക്ക് പത്തനംതിട്ട നഗരത്തിൽ നിന്നുള്ളത്. നേരെ കോഴഞ്ചേരി വഴിയായിരിക്കും ഈ പോലീസ് വാഹനം തിരുവല്ല നഗരത്തിൽ പ്രവേശിക്കുക. മറ്റൊരു വഴി പന്തളം വഴിയായിരുന്നു. എന്തായാലും ആ സംസ്ഥാന പാത ഉപേക്ഷിച്ച് കോഴഞ്ചേരി വഴി തിരുവല്ലയിലേക്ക് കയറാനാണ് പോലീസ് നിലവിൽ പദ്ധതിയിട്ടിരിക്കുന്നത്. ആ വഴി തന്നെയാണ് ഇപ്പോൾ പോലീസ് വാഹനം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇലന്തൂർ കോഴഞ്ചേരി വഴി തിരുവല്ലയിലേക്ക് പോലീസ് വാഹനം പോകും. 27 കിലോമീറ്ററാണ് ദൂരം. 45 മിനിറ്റ് ശരാശരി സമയത്ത് അങ്ങോട്ടേക്ക് എത്തും. ഈ നേരം പുലരുന്നതിന് മുമ്പ് ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കാനാണ് നിലവിൽ പോലീസിന്റെ ഒരു തീരുമാനം. അതീവ രഹസ്യമായിരുന്നു പോലീസിന്റെ നീക്കങ്ങൾ. തെളിവെടുപ്പ് ഉൾപ്പെടെ ഉണ്ടാകില്ലെന്നൊരു പ്രചരണം പോലീസ് തന്നെ കഴിഞ്ഞ ദിവസം വൈകിട്ടൊക്കെ നടത്തി. പക്ഷേ പിന്നീട് രാത്രിയോടുകൂടി കാര്യങ്ങൾ തീരുമാനമായി. രാഹുലുമായി തെളിവെടുപ്പ് നടത്തണം. കാരണം കോടതിയിൽ ഉൾപ്പെടെ തെളിവെടുപ്പിന് വേണ്ടി കസ്റ്റഡി എന്നൊരു ആവശ്യമാണ് പോലീസ് ഉന്നയിച്ചിരുന്നത്. തെളിവെടുപ്പ് നടത്തിയില്ലെങ്കിൽ തിരിച്ചടിയാകുമെന്ന പൂങ്കുഴലിലൂടെ ഉൾപ്പെടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എന്തായാലും തെളിവെടുപ്പിനായി പോലീസ് നീങ്ങുന്നത്. ക്ലബ് 7